channel Mommy's Magic Recipes made with love. Assalamualaikum. എല്ലാവർക്കും മോമീസ് മാജിക് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് പോയിട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി ബെല്ലൈക്കൺ ഞെക്കണേ. പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പകുതി പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. എന്നാലും പറ്റ ചെറുതായിട്ട് മുറിക്കരുത് കേട്ടോ, കാരണം നമ്മൾ പുളിശ്ശേരിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ പൈനാപ്പിൾ കടിക്കാൻ കിട്ടണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഇട്ട് വേവിക്കാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്കതിൻ്റെ കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഏകദേശം 1 കപ്പോളം തേങ്ങ ചിരകിയത്, 3 പച്ചമുളക്, 3 ചെറിയുള്ളി, പിന്നെ ആവശ്യത്തിന് നല്ല ജീരകം. ഇവിടെ ഒരു 1/2 ടേബിൾ സ്പൂണ് നല്ല ജീരകവും പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഏറാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. പറ്റ പേസ്റ്റ് പോലെ ഗ്രൈൻഡ് എടുക്കാൻ പാടില്ല, ഒരു ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ടോ നോക്കുക, ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് നോക്കുക. കുക്കായിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ പ്രഷർ കുക്കറിലാണ് ഇട്ടത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു 3 മിനിറ്റ് മതി കുക്ക് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ കൂട്ടത്തിലേക്ക് ഇടാം. പുളിശ്ശേരി എന്ന് പറയുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കുറവ് തന്നെ ആയിരിക്കും. മാമ്പഴ പുളിശ്ശേരി ആയിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടം, പക്ഷെ നമ്മളെ പൈനാപ്പിൾ പുളിശ്ശേരി അത്ര മോശമൊന്നുമല്ല, എല്ലാവർക്കും ഇഷ്ടമാവും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉലുവപ്പൊടി ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർത്തത്. ഇത് ഉലുവ നമ്മൾ ജസ്റ്റ് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്, അല്ലാതെ ഡയറക്റ്റായിട്ട് പൊടിച്ചെടുത്തല്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. ഇത് വെള്ളം കൂടുതലാവാനും പാടില്ല, കുറവാവാനും പാടില്ല. അതൊരു മീഡിയം ടെക്സ്ചറാണ് പുളിശ്ശേരീൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ തൈര്, നല്ല പുളിയുള്ള തൈര് തന്നെ ഒഴിക്കുക, മോര് ഒഴിക്കരുത് കേട്ടോ. ഈ തൈര് നമ്മൾ കട്ടയായി നിൽക്കാതൊക്കെ വേണ്ടി നമ്മൾ ഒരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നമ്മളൊന്ന് ഉടച്ചെടുക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് തൈര് ഇട്ട ഉടൻ തന്നെ, അതായത് കുറച്ച് നേരം മാത്രമേ ഇത് തിളയ്ക്കാൻ പാടുള്ളൂ, അധികം നേരം ഇത് തിളയ്ക്കാൻ വേണ്ടി വെക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നല്ല വെളിച്ചെണ്ണ ഇട്ടിട്ട്, വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ്. അല്ലാതെ എന്താ പറയുക, നമ്മുടെ നാടൻ രുചി വെളിച്ചെണ്ണ തന്നെയാണ്. അല്ലാതെ ഏതെങ്കിലും സന്ദർഭത്തിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഇടാം, എന്നാലും ഒലിവ് ഓയിൽ ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ കടുകും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉലുവപ്പൊടി ഇടുന്നുണ്ട്. അത് ആ ടേസ്റ്റിന് വേണ്ടിയാണ് ഉലുവപ്പൊടി ഇടുന്നത്. ഇപ്പോൾ ചിലർ നമുക്ക് മുളക് പൊടി ഇതിലേക്ക് ഇടുന്നുണ്ട്, ആ കളർ കിട്ടാൻ വേണ്ടി. പുളിശ്ശേരിക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് മുളക് പൊടി ഇടുന്നത് നല്ല തന്നെ കേട്ടോ. ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല. ചിലർ എന്താ പറയുക, ഈ താളിക്കുന്നതിന് ജസ്റ്റ് മുമ്പ് പഞ്ചസാര അല്ലെങ്കിൽ ഈ പുളിശ്ശേരിക്ക് പഞ്ചസാര ശർക്കര ഈ സമയത്ത് ഇടുന്നുണ്ട്. പക്ഷേ പൈനാപ്പിളിന് അത്യാവശ്യം മധുരം ഉണ്ടായതുകൊണ്ട് ഇവിടെ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അത്രയ്ക്ക് ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. നാടൻ രുചിയിൽ തന്നെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അയ്യോ, ഞാൻ മറന്നുപോയി, നിങ്ങൾ ഷെയർ ചെയ്യണേ. വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് കാണാട്ടോ, ഇൻഷാല്ലാ. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. മാസലാമ.